ഇവിടെ ഒരു അമ്മക്ക് ക്യാമറ കണ്ടാൽ തന്നെ പേടിയാണ്. ഇപ്പൊ മകളുടെ മാരേജിന് തന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിളിച്ചു. ക്യാമറ കണ്ട് പേടിച്ച് പേടിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഫോട്ടോക്ക് പോസ് കൊടുത്തിട്ട് അത് മതി എന്ന് പറഞ്ഞ് ഓടി വന്നു. അടുത്ത ദിവസം അറിയാവുന്ന ഒരു ലേഡി മരിച്ചുപോയി എന്നറിഞ്ഞു. ഹസ്ബൻഡിന്റെ കൂടെ പോയി നോക്കുമ്പോൾ ആ അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇല്ലെന്നറിഞ്ഞ് വീട് ഫുള്ള് തിരഞ്ഞോണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഏതെങ്കിലും കിട്ടിയാൽ ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല. അടുത്ത ദിവസം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ അമ്മയുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. എന്നാൽ അവരെ പറ്റിയുള്ള ഒരു ന്യൂസ് പോലും വന്നിട്ടില്ല. വീട്ടിലെങ്കിലും മരിച്ചതിന് ശേഷം അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കുമ്പോൾ അവരുടെ ഒരു പുതിയ ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് ചെറുപ്പത്തിലെ ഫോട്ടോക്ക് മാല വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ഇവർക്ക് പേടി തോന്നി. എന്റെ ഫോട്ടോയും കിട്ടാതാവുമോ എന്ന് കരുതി മകളുടെ മാരേജിന്റെ ആൽബം എപ്പോ കിട്ടും എന്ന് ഫോൺ ചെയ്തു ചോദിച്ചപ്പോൾ കിട്ടാൻ കുറച്ച് ദിവസം ആകുമെന്ന് അറിഞ്ഞു. അതിനുശേഷം ന്യൂസ് പേപ്പറിൽ ചരമകോളത്തിലെ ഫോട്ടോസ് മാത്രം നോക്കുന്നത് തന്നെയായി പണി. ചില സമയത്ത് മരിച്ചവരുടെ വീട്ടിലേക്ക് തന്നെ പോയി നോക്കും. ഒരു വഴി മകളുടെ കല്യാണ ആൽബം കിട്ടി. അതിൽ നോക്കുമ്പോൾ ഇവരുടെ ഒരു ഫോട്ടോയും മര്യാദക്കില്ല. എല്ലാത്തിലും പേടിച്ച പോലെയാണുള്ളത്. എന്റെ ഒരു ഫോട്ടോയെങ്കിലും നല്ലത് കിട്ടണമെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് പോയതും അവിടെയുള്ള ക്യാമറ കണ്ടതും പേടിച്ച് ഓടി വന്നു. വീട്ടിലുള്ള ഫോട്ടോയെങ്കിലും നല്ലതുണ്ടോ എന്ന് എടുത്തു നോക്കുമ്പോൾ ഒറ്റ ഒന്നുപോലും നല്ലതില്ല. എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് മുൻപെല്ലാം എങ്ങനെയാണ് ചിരിച്ചത് അതേപോലെ അഭിനയിച്ചു നോക്കാൻ തുടങ്ങി.